ജോസ് കെ മാണിയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റം മാധ്യമങ്ങളുടെ മാത്രം ചർച്ച. എവിടെ നിന്നാണ് വിവരം ലഭിച്ചതെന്ന് മാധ്യമങ്ങൾ വ്യക്തമാക്കണം. വരാൻ താൽപര്യമുള്ളവർ വരും, ആരെയും നിർബന്ധിക്കില്ല. ഒരു വിസ്മയവും UDF അവകാശപ്പെട്ടിട്ടില്ലെന്നും അടൂർ പ്രകാശ് കാസർഗോഡ് പറഞ്ഞു. ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. ഒരു വിസ്മയം എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം രണ്ട് കാര്യങ്ങൾ അവിടെ കാണിച്ചു കൊടുത്തു. അതായത് വിഴിഞ്ഞത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF വിജയം കൈവരിച്ചു. ഒന്ന്, അത് LDFിൻ്റെ കയ്യിലിരുന്ന സീറ്റാണ്. അതുകൂടാതെയാണ് കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിൽ ദീർഘകാലമായി MLA ആയിരുന്ന ശ്രീമതി ഐഷ പോറ്റി ഞങ്ങളോടൊപ്പം ചേർത്തത്. അപ്പം ഞങ്ങൾ ആ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു വിസ്മയമാക്കിയാണ് ഞാനതിനെ കാണുന്നത്. ഞങ്ങൾക്ക് അറിവില്ലാത്ത ഒരു കാര്യം നിങ്ങൾ വിസ്മയത്തിലൂടെ കണ്ടു അല്ലെങ്കിൽ കാണുന്നു എന്ന് നിങ്ങൾ സംപ്രേഷണം ചെയ്യുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സോഴ്സ് നിങ്ങൾക്കുണ്ടോ എന്നതിനെക്കുറിച്ച് കൂടി നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഈ മറുചോദ്യം, ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുചോദ്യം അങ്ങോട്ടും വരും എന്നുള്ളതുകൊണ്ട് നിങ്ങൾ കൂടി അത് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ചർച്ചയും നടന്നിട്ടില്ല. UDFിൻ്റെ കൺവീനർ, സംസ്ഥാനതല കൺവീനർ അടൂർ പ്രകാശാണ്. യാതൊരു വിധത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ലെന്ന് ആധികാരികമായി എനിക്ക് പറയാൻ കഴിയും. ഇത് എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചർച്ചകൾ നടത്തി എന്ന് പറഞ്ഞ് അത് വെച്ച് കാര്യങ്ങളിലേക്ക് പോകുന്നത് ശരിയാണോ എന്നതിനെക്കുറിച്ച് അവരാലോചിക്കണം. ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം, ഞങ്ങളുമായി ബന്ധപ്പെട്ട് UDFുമായി ബന്ധപ്പെട്ട് വരാൻ കഴിയുന്നവർ വരട്ടെ, പക്ഷേ അത് അവരുടെ ആവശ്യപ്രകാരം മാത്രമേ ആയിരിക്കുകയുള്ളൂ. അതല്ലാതെ കണ്ട ഒരാളിനെ പോലും സമ്മർദ്ദം ചെലുത്തി ഞങ്ങളുടെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കില്ല. ഇനിയും ചർച്ചകൾക്ക് സാധ്യതയുണ്ട് അല്ലേ? ഏത് ഇനിയും ചർച്ചകൾക്ക് സാധ്യതയുണ്ട്? ചർച്ചകൾക്ക് സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലല്ലല്ലോ ചർച്ച നടത്തേണ്ടത്. അത് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് ആവശ്യപ്പെടണം. അതല്ലാതെ കണ്ട് അങ്ങോട്ട് പോയി ഒരു ചർച്ചയ്ക്ക് പോകുന്ന പ്രശ്നം ഇനി ഉദിക്കുന്നില്ല. ഇനി ഉദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നില്ല. അത് നിങ്ങൾ ആണ് ഇതൊക്കെ പറയുന്നത്, നിങ്ങളാണ് സംപ്രേഷണം ചെയ്തത്. ജോസ് കെ മാണി വരാൻ പോകുന്നു എന്നൊക്കെ സംപ്രേഷണം ചെയ്തത് നിങ്ങളാണ്. അത് എവിടെ നിന്ന് സോഴ്സ് കിട്ടി എന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ തന്നെ പറയേണ്ടതാണ്. ഏതായാലും ഇനിയിപ്പോൾ അങ്ങോട്ട് നാളിതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകും. ഓരോ ദിവസവും ഓരോ മുന്നണിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ ഒരിക്കലും ഉണ്ടാകില്ല. ഞങ്ങളുടെ മുന്നണി സംവിധാനത്തിൽ ഞങ്ങൾ ചില തീരുമാനങ്ങൾ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. അത് നേരത്തെ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. മാണി സി കാപ്പൻ ഞങ്ങളുടെ മുന്നണി സംവിധാനത്തിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പാലായിൽ നിന്നാണ് MLA ആയത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കാര്യങ്ങളും ഞങ്ങൾ ആലോചിക്കുന്ന പ്രശ്നമേ ഇല്ല.